ഓണത്തിൻ്റെ ഒരു വിളവെടുപ്പോടെ അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. പിന്നെയും പൂത്തുലയുകയാണ് തുമ്പമൺ പഞ്ചായത്തിലെ ആരാമത്തിലെ പൂക്കൾ. വിവിധ കൃഷികൾ പരീക്ഷിച്ചു വിജയിച്ച തുമ്പമൺ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ രാധികയും ജ്യോതികയും മറ്റംഗങ്ങളും ചേർന്ന് കാട് പിടിച്ചു കിടന്ന തുമ്പമൺ സ്കൂൾ ഗ്രൗണ്ടിൽ ജമന്തിയും വാടാമുല്ലയും നട്ടുപരിപാലിച്ചപ്പോൾ ഓണ മഹോത്സവത്തിനായി പൂക്കൾ വിടരുകയായിരുന്നു. ഓണത്തിന് വിളവെടുത്തിട്ടും പിന്നെയും പൂത്തുലയുകയാണ് ഇവിടുത്തെ ചെടികൾ. ഈ ചെടികളുടെ വിളവെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ നടത്തുമെന്ന് ഹരിതകർമ്മ സേന കൺസോർഷ്യം സെക്രട്ടറി രാധിക പറഞ്ഞു. നമുക്ക് ഞങ്ങളിതിനു മുമ്പ് ആദ്യമായിട്ട് നെൽകൃഷിയായിരുന്നു ചെയ്തത്. അപ്പം നെൽകൃഷി ചെയ്ത് നല്ല വിജയം കണ്ടെത്തി. അപ്പം നമുക്ക് ധാരാളം പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ ചെയ്തപ്പം ഒരു പ്രചോദനമായി. അതിനുശേഷം അപ്പോൾ ഇത് പൂക്കൃഷി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഈ പൂ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ പഞ്ചായത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു, കൃഷിഭവൻകാരും സ്കൂളിലെ സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ചെയ്തതാണ്. പക്ഷെ നല്ല ഒരു വിജയമായിരുന്നു. മഴ ധാരാളം കിട്ടിയത് കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. ഓണത്തിന് നമ്മൾ കുറേ കഴിഞ്ഞു, പിന്നെ സീസൺ കഴിഞ്ഞല്ലോ. എങ്കിലും ഇപ്പം നമ്മളൊരു കടകളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര വില കിട്ടത്തില്ല, എങ്കിലും കുറേ പൂ അങ്ങ് പോവല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കടകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 100 കിലോളം പോയിട്ടുണ്ട് പൂവ്. പഞ്ചായത്തിൻ്റെ പിന്തുണയിൽ കൃഷിഭവൻ നൽകിയ ചെടികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ 5000 രൂപ ചിലവിലാണ് ഇവിടെ കൃഷി ചെയ്തത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും കുട്ടികൾക്കും മനസ്സിന് ആനന്ദം നൽകുന്ന കൃഷിയായി ഈ പൂക്കൃഷിയെ കരുതാമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് വർഗീസ് പറഞ്ഞു. നമ്മുടെ ഒരു വലിയ മോഹമായിരുന്നു നമ്മുടെ ഇവിടെ സ്കൂളിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ, ഗവൺമെൻറ് സ്കൂളാണെങ്കിലും കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥ. കുട്ടികൾക്ക് തന്നെ ഒരു ഭീഷണിയായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വന്നൊരു വലിയൊരു പദ്ധതിയാണ് മുല്ലപ്പൂ കൃഷിയും ഈ ജമന്തിപ്പൂവിൻ്റെ കൃഷിയൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മളതൊരു വിപുലമായിട്ട് പഞ്ചായത്ത് മുഴുവനായിട്ട് ആരംഭിച്ചു. അത് ധാരാളം ഇപ്പോൾ ഈ ഓണത്തിന് തന്നെ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ പൂവും മൊട്ടുൾപ്പെടെ പറിച്ച് വിറ്റതിന് ശേഷം അടുത്ത ഘട്ടമായിട്ടുണ്ടായതാണ് ഇത്. കുട്ടികൾക്കൊരു അവർക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പൂവിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുമ്പോൾ വളരെ മാനസികമായ ഒരു സന്തോഷം കിട്ടും. അതൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് മുന്നോട്ട് പോയത്. അത് വലിയ വിജയപ്രദമായി എന്ന് ഞങ്ങൾക്ക് വിശ്വാസമായി. അടുത്ത വർഷവും ഇതുപോലുള്ള പദ്ധതികൾ, അതും ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ചെയ്യാൻ പദ്ധതി ഇട്ടപ്പോൾ ഹരിതകർമ്മസേനക്കാരെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. അവർക്കും മാനസികമായ ഉല്ലാസം കിട്ടുവാൻ വേണ്ടിയാണ് ഇത്. സ്കൂൾ കുട്ടികൾക്ക് കൃഷിയിൽ പ്രചോദനം നൽകുന്ന രീതിയിൽ പഞ്ചായത്തും കൃഷിഭവനും ഹരിതകർമ്മ സേനയും ഒന്നിച്ചു ചേർന്ന് സ്കൂൾ മുറ്റത്ത് ഇത്തരത്തിലൊരു പൂന്തോട്ടം നിർമ്മിച്ചതിൽ സന്തോഷമുണ്ടെന്ന് UPS തുമ്പമൺ സ്കൂൾ HM റൂബി മാത്യു പറഞ്ഞു. ഞങ്ങളുടെ സ്കൂള് കഴിഞ്ഞ വർഷം പരിസരം എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടിയാണ് സ്കൂളിൻ്റെ പരിസരം നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തുമ്പമൺ ഗ്രാമപഞ്ചായത്തുമായിട്ട് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പ്രദേശം മനോഹരമാക്കി ഒരു പൂക്കൃഷി ചെയ്ത് തരാമെന്ന് ഞങ്ങളോട് പറയുകയും അതിനെ തുടർന്ന് ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനവും നടീലും എല്ലാം ഞങ്ങളുടെ കുട്ടികളും കൂടെ ഒപ്പം നിന്നുകൊണ്ടാണ് ചെയ്തത്. ഇത് ഞങ്ങളുടെ സ്കൂളിനും ഞങ്ങളുടെ കുട്ടികൾക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും ചെടി വളർത്തൽ, അതിൻ്റെ പരിപാലനം, പിന്നെ എല്ലാം വളരെ സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനും പറ്റി. അവർക്കത് ഭാവിയിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്കത് പ്രയോജനപ്രദമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൃഷി മേഖലയിൽ മറ്റു പഞ്ചായത്തുകൾ കൈപതിപ്പിക്കാത്ത മേഖലകളിൽ കൈവച്ച പഞ്ചായത്തായി തുമ്പമൺ മാറിയതായി പഞ്ചായത്ത് സെക്രട്ടറി ഷാജു PA പറഞ്ഞു. തുമ്പമൺ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്തും കൈവെക്കാത്ത മേഖലകളിലൊക്കെ വെറുതെ കൈവച്ചു പോലെ പോസിറ്റീവായിട്ട് പറയണ കൈവച്ച് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനൊരു ഉത്തമോദാഹരണമാണ് നമ്മുടെ ഈ കാണുന്ന പൂന്തോട്ടം. ഇതെന്ന് പറയുന്നത് ഇത് എല്ലാമല്ല, ഇത് മൊത്തം പഞ്ചായത്തിൻ്റെ ഉള്ളൊരു 5% ഇതുവരെ ഉള്ളൂ. ഇതുപോലെ നിരവധി പ്രദേശങ്ങളിൽ കുടുംബശ്രീയും തൊഴിലുറപ്പും ഒക്കെ സംയുക്തമായി ചേർന്ന് പൂന്തോട്ടങ്ങൾ ഇതുപോലെ മുല്ല ഉൾപ്പെടെയുള്ള പൂവുകൾ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുത്തെന്ന് പറഞ്ഞാൽ ഓണം അടുപ്പിച്ച് നല്ലൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. പിന്നെ ഹരിതകർമ്മസേനയുടെ ഒരു ചാലകമാക്കുന്ന ഒരു ശക്തി കൂടിയാണിത്. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസ് എന്ന് പറയാൻ നമുക്ക് താരതമ്യേന വളരെ കുറച്ച് വീടുകളുള്ളൊരു പഞ്ചായത്താണ്. ആ ചെറിയ വരുമാനം കൊണ്ട് ഈ ഹരിതകർമ്മസേനയെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും വന്നു. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് വരുമാനദായകമാക്കാൻ വേണ്ടി കൂടി ഉണ്ടാക്കി കൊടുത്തത്. അതിലൊന്നാണ്, പരമപ്രധാനമായ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. ഇത് ചെറിയൊരു കാൽവായ്പ് ആയതേ ഉള്ളൂ. ഇനി ഒരുപാട് ഉന്നതിയിലേക്ക് ഞങ്ങൾക്ക് എത്താനുണ്ട്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേന 1ാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് തുമ്പമൺ പഞ്ചായത്ത്.
അതിനാൽ സ്കൂൾ കുട്ടികൾക്ക് പഠനത്തിന് ഉതകുന്ന തരത്തിൽ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ വേഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞതെന്നും തുമ്പമൺ പഞ്ചായത്ത് പ്രസിഡന്റ് റോണി സക്കറിയ നയൻവൺ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു. നല്ല രീതിയിൽ ഈ പൂക്കൃഷി നടത്തുവാനും അതിൻ്റെ ആദ്യഘട്ട വിളവ് ഓണസമയത്ത് നമുക്ക് എടുക്കുകയും ഏകദേശം 100 കിലോയോളം പൂക്കൾ ഈ പ്രദേശത്തു നിന്ന് തന്നെ നമുക്ക് വിൽക്കുവാനും സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഇത് 2ാം ഘട്ടമാണ്. ഇതിന് നമ്മൾ വിപണി തേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഇത്തരം മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് തുമ്പമൺ. കാട് പിടിച്ചും തരിശായി കിടക്കുന്നതുമായ സ്ഥലങ്ങൾ ഹരിതകർമ്മ സേനകളെ ഏൽപ്പിച്ചാൽ പച്ചക്കറികളോ പൂക്കളോ വിജയിപ്പിക്കാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് തുമ്പമണിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പൂന്തോട്ടത്തിലൂടെ പരീക്ഷണ വിജയം നേടിയിരിക്കുന്നത്. നയൻവൺ ന്യൂസ് മലയാളം തുമ്പമൺ.